അങ്ങനെ തൃശ്ശൂര് പുലികൾ ഇറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ആ ഘട്ടത്തിൽ ഈ തൃശ്ശൂർ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും എവിടെയും കാണുന്ന ഒരാളുണ്ട്. ആ ആളാണ് ഇപ്പൊ എനിക്കൊപ്പം നമ്മൾ അടിപൊളി പുലിയുടെ വേഷമൊക്കെ ചാർത്തി നിൽക്കുന്നത്. ശരിക്കും എല്ലാവർക്കും മലയാളികൾക്ക് തൃശ്ശൂരിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ണിക്കണ്ണന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണന്റെ ഒരു പ്രകടനം ഒക്കെ വേണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് തുടങ്ങിയാലോ? ഓക്കെ, റെഡി, 1 2 3. അങ്ങനെയാണ്. അപ്പൊ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇളകുന്നത്. കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ച് ശരീരവും അതായത് കൊമ്പൊക്കെ നന്നായിട്ടിട്ട് ഇളക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ ഇത് 5ാമത്തെ പ്രാവശ്യമാണ്. പ്രസാദേട്ടൻ വന്ന് വീട്ടിൽ വിളിച്ചു. വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ ഏറ്റവും വലിയ സന്തോഷം. ലോകത്തുള്ള എൻപാടുള്ള മലയാളികളും മറ്റുള്ളവർക്കും പുലിക്കളിയിലുള്ള ഒരു ആകാംക്ഷ എനിക്കും ഉണ്ട്. അപ്പൊ അതിലിപ്പോ പുലിയായിട്ട് വരാൻ പറ്റിയത് എന്റെ ജീവിതത്തെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഭയങ്കര എനർജി ആയിട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എത്രാം വയസ്സിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ വർഷമാണ് ഇറങ്ങിയത്. ഇതിന് മുന്നേ ഇറങ്ങിയിട്ടില്ല. ആഗ്രഹമുണ്ട്, നമുക്ക് അറിയില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ വേറെ ഒരു ചാനലിൽ വിളിച്ചു നോക്കി, പിന്നെ വിളിക്കാൻ പറഞ്ഞു, പിന്നെ കിട്ടിയൊന്നുമില്ല. പിന്നെ അറിയില്ല. ഇത്തവണ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്? ആദ്യമായിട്ടാണ്. പ്രസാദേട്ടനാണ് വിളിക്കുന്നത് ഇവിടുത്തെ. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല? ഇല്ല, ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ 5 വർഷത്തെ എന്തൊരു കണക്ക് പറഞ്ഞിട്ട് 5 വർഷമില്ല, 5 പ്രാവശ്യം എന്നാണ് പറഞ്ഞത്. 5 പ്രാവശ്യം എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് വേഷം? ഇപ്പോൾ ഭയങ്കര എനർജിയാണ്. എല്ലാ മലയാളികളെ പോലെ എനിക്കൊരു എനർജിയാണ്. നമ്മൾ ഉണ്ണിക്കണ്ണനെ തേടി എത്തുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫാനാണ്. ആരുടെ ഫാനാ? വിജയ് സാർ. അതാണ്. അപ്പം എന്താണ് ഇപ്പം ഇത് വിജയ് സാർ കാണുവാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് തമിഴിലാണോ കാര്യങ്ങൾ വേണ്ടേ? விஜய் சார், நான் உன்னிக்கண்ணன் கேரளா அண்ணன். எனக்கு உங்களை ஒன்று பார்க்கணுன்னு நான் விகலுக்கு ஆடிஷன் போனேன், லியோய்க்கு போனேன். அது என்னமோ டைம் சரியில்லை, கிடைக்கல. இப்போ நீங்கள் ராഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് അണ്ണൻ எனக்கு வேறொரு வழியில் ஒரு தம்பி போல நினச்சி உங்களை ஒன்று பார்க்கணும்னு இருக்கேன்னு எனக்கு கைவிடாத அண்ணன். இந்த முடியும் தாடியும் நான் ஒரு வேண்டுதலை போல உங்கள் கூட படம் நடிச்சிட்டு தானே கட் பண்ண வரணும் ஆசையாக இருக்கண்ணே. என்னை பார்த்து ஒரு உதவி பண்ணு. இது பார்க்குற டைரக்டரு, நடீநடமாரு, சம்பிதாயமாரு, ப்ரொடக்ஷன் கண்ட்ரோலரு யாருக்கும் என் மேலே கோபம் வேணாம். எனக்கு தமிழ் மலையாளம் மட்டும்தான் பேச தெரியும். மற்றுள்ள பாஷையும் நடிக்கணும். அப்போ விஜயண்ணே ஒரு தம்பி போல நினச்சி உதவி பண்ணேன்னு. நான் அன்னைக்கு திருவனந்தபுரம் வந்தேன். உங்களை பார்க்கறதுக்கு ഒരു മിന്നായം പോലെ ലൈറ്റാ பார்த்தேன். ഓക്കെ, അതായത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ. ഓക്കെ, അപ്പം ഈ തൃശ്ശൂർ പൂരത്തിന് വിജയ് അണ്ണനോട് നമ്മൾ എന്ത് പറയും? തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ പുലിക്കളിക്കൊക്കെ വരണം, നമ്മളെ നാട്ടിലേക്ക് വരണം എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? விஜயண்ணே, கேரளாவுக்கு வாங்கோ. நமக்கு இந்த நம்ம ஓணம் பண்டிகையில் இந்த புலிக்களி பட்டை கலப்பல. விஜயண்ணே, விஜயண்ணே நீங்க வந்தா ரொம்ப அருமையா இருக்கும், ரொம்ப மகிழ்ச்சியா இருக்கு நீங்க இங்க வந்தா. അങ്ങനെയാണ്. இந்த கேரளாவில்ல, இந்த வேர்ல்டு ஃபுல்லா எல்லாருக்கும் போல நீங்களும் வந்தா இந்த உலகமே ரொம்ப மகிழ்ச்சியா இருக்கும். இந்த തൃശ്ശൂർ എല്ലാ ഊരും ரொம்ப മகிழ்ச்சியா സന്തോഷമാ இருக்கும் വിജയണ്ണ. അങ്ങനെയാണ്. അപ്പം വിജയന്റെ കട്ട ആരാധകനാണ്. അങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ കേരളത്തിൽ ഒട്ടാകെ അറിയണം. നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ണിക്കണ്ണന്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രതികരണമൊക്കെ എടുക്കും. ഇത്തവണ തൃശ്ശൂർ പൂരത്തിലും കൈ പതിപ്പിക്കാം. ഇനി മുതൽ എല്ലാ വർഷവും ഉണ്ടാവും? ഇനി എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും അപ്പൊ ഉണ്ണിക്കണ്ണനും ഉണ്ടാവും പുലിക്കളിക്ക്. അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞു ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വരും. നിങ്ങൾക്ക് വിജയ് സാറിനെ ഒന്ന് കാണാനാണ്. ഒരു മിനിറ്റ് ഒന്ന് വിജയ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം നിറവേറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത തൃശ്ശൂർ പൂരത്തിലോ അല്ലെങ്കിൽ പുലിക്കളിക്കോ ഒക്കെ വരുമ്പോൾ ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം നിറവേറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഓക്കെ അല്ലേ? ഓക്കെ. വിജയണ്ണ ഉമ്മ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷാഹിദ് റഹ്മാൻ, 24th ഷോ.